ഹലോ ഗൈസ്, പേഴ്സ് കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ഓൺ വോയിസ് വീഡിയോ ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഓൺ വോയിസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കണം. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് തരിക, കമൻറ്റ് വഴി അറിയിക്കുക. മാക്സിമം പേജ് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വാഗമൺ ട്രിപ്പ് പോയതിൻ്റെ കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ട കുറച്ച് സ്ഥലങ്ങൾ, താമസിച്ച റിസോർട്ട്, അതൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാണുന്ന സ്കൂൾ കണ്ടോ, ട്രെയിനിൻ്റെ മോഡലിലാണ് ഈ സ്കൂൾ പണിതിരിക്കുന്നത്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ടാണ് അവിടെ ഇറങ്ങിയത്. അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. നല്ല സീനറി ആയിരുന്നു അവിടെയൊക്കെ. ഫുഡ് കഴിച്ചു അവിടെ ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിലേക്കാണ്. ഏകദേശം 3 മണിയോടെ എടുത്തിരുന്നേ. അവിടെ ചെന്നു. റിസോർട്ടിൽ ഞങ്ങൾ 2 റൂമാണ് ബുക്ക് ചെയ്തിരുന്നത്. അത്യാവശ്യം വലിയ റൂമുകളായിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സപ്പോർട്ടിന് അവിടെ ആളുണ്ടായിരുന്നു. ബാത്റൂംസ് ആണെങ്കിലും വാഷ് ഏരിയ ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് അവിടെ കാണുന്നത്. ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള പ്രത്യേക സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആണിത്. ലേക്ക്, പിന്നെ ഒരു തേയിലത്തോട്ടം, ഒരു ബ്രിഡ്ജുണ്ട്. സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു ലൊക്കേഷനാണെന്നാണ് പറഞ്ഞത്. കുറേ പഴയ സിനിമകളിലൊക്കെ ഈ ലൊക്കേഷൻ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ ലേക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാസ് ഉണ്ട്. 50 രൂപയാണ് പാസ് വരുന്നത്. പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലേക്കിൽ ബോട്ടിങ് നടത്താം, ബ്രിഡ്ജിൽ കയറാം, ഫോട്ടോസ് എടുക്കാം. വീടിനകത്ത് ആ ഭാഗങ്ങളിലേക്കൊക്കെ പോയിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല ഒരു ലൊക്കേഷനാണ് കേട്ടോ അത്. പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴേക്ക് അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അത് കാരണം കുറച്ച് ഫോട്ടോസിന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് തൊട്ടടുത്ത് തന്നെ. ടൗണിനോട് തൊട്ടടുത്ത് ആണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. എല്ലാ കാര്യങ്ങൾക്കും നല്ല സപ്പോർട്ടാണ് റിസോർട്ടിലുള്ള ആൾക്കാർ. ഇതാണ് റിസോർട്ടിൻ്റെ ഒരു നൈറ്റ് വ്യൂ. ഞങ്ങൾ അന്ന് ചെന്നന്ന് പിന്നെ പുറത്തേക്കൊന്നും പോയില്ല. ഫുഡൊക്കെ ഉണ്ടാക്കി റിസോർട്ടിൽ തന്നെയായിരുന്നു. പിറ്റേന്ന് തിരിച്ചു വരുമ്പം കാണുന്നൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ ഇറങ്ങി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോസ് കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക.